കേരള കഫേ UK ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UK-യിലും യൂറോപ്പിലുമായി ഇന്ന് നടന്ന സംഭവ വികാസങ്ങൾ എന്തെന്ന് നമുക്ക് നോക്കാം. UK കെയർ ഹോമിനെതിരെ നിയമവിജയം നേടി ഇന്ത്യൻ നഴ്സ്. കൂടുതൽ കുടിയേറ്റക്കാർ കെയർ ഹോമുകൾക്കെതിരെ കേസ് കൊടുത്തേക്കും. ലണ്ടൻ ആസ്ഥാനമായുള്ള ക്ലിനിക്ക പ്രൈവറ്റ് ഹെൽത്ത് കെയർ ലിമിറ്റഡ് പിരിച്ചുവിട്ട ഒരു ഇന്ത്യൻ നഴ്സ് കിരൺ കുമാർ റാത്തോഡിന് തിങ്കളാഴ്ച വൻ തുകയാണ് ഇടക്കാല നഷ്ടപരിഹാരമായി ലഭിച്ചത്. ജീവനക്കാരുടെ വലിയ കുറവ് പരിഹരിക്കാൻ സർക്കാർ പുതിയ വിസ റൂട്ട് തുറന്ന 2022 മുതൽ കെയർ ജോലികൾ ഏറ്റെടുക്കാൻ ബ്രിട്ടനിലെത്തിയ 1,00,000-ലധികം വിദേശ തൊഴിലാളികളിൽ ഒരാളായിരുന്നു കിരൺ കുമാർ റാത്തോഡും. എന്നാൽ സ്കീം നിലവിൽ വന്നതിനു ശേഷം ഈ മേഖലയിലെ തൊഴിൽ ദുരുപയോഗങ്ങളുടെ റിപ്പോർട്ടുകൾ കുതിച്ചുയരുകയാണ്. ക്ലിനിക്ക പ്രൈവറ്റ് ഹെൽത്ത് കെയർ ലിമിറ്റഡ് തന്നെ ജോലിക്കെടുത്തതിനെ തുടർന്ന് താൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായെന്നും ജോലിയൊന്നും നൽകിയില്ലെന്നും പിന്നീട് പിരിച്ചുവിട്ടെന്നും റാത്തോഡ് പറഞ്ഞു. തിങ്കളാഴ്ചത്തെ അസാധാരണമായ ഒരു വിധിയിൽ തൊഴിൽ ജഡ്ജി നതാഷ ജോഫ് റാത്തോഡിന് നാളിതുവരെ നൽകാത്ത വേതനത്തിൽ ഏകദേശം 17,000 പൗണ്ട് നൽകാനും അന്യായമായ പിരിച്ചുവിടലിനുള്ള ക്ലെയിം തീരുമാനിക്കുന്നതുവരെ ശമ്പളം നൽകുന്നത് തുടരാനും ക്ലിനിക്കിനോട് ഉത്തരവിട്ടു. വഞ്ചിക്കപ്പെട്ട നിരവധി ആളുകൾക്ക് പരിഹാരം സാധ്യമാണെന്ന് വിധി കാണിക്കുന്നു. റാത്തോഡിനും ഭാര്യയ്ക്കും 6 വയസ്സുള്ള മകൾക്കും ക്ലിനിക്കയുടെ നഷ്ടപരിഹാരം ഒരു ലൈഫ് സേവറാണെന്ന് ബോസ് പറഞ്ഞു. വിധിക്ക് ശേഷം തനിക്ക് വലിയ ആശ്വാസം തോന്നിയെന്ന് റാത്തോഡ് പറഞ്ഞു. ജഡ്ജിമാർ ഇടക്കാലാശ്വാസം നൽകുന്നത് വളരെ അപൂർവമാണെന്നും സെൻട്രൽ ലണ്ടൻ എംപ്ലോയ്മെന്റ് ട്രൈബ്യൂണലിൽ തന്റെ കേസ് പൂർണ്ണമായി കേൾക്കുമ്പോൾ റാത്തോഡ് വിജയിക്കുമെന്നതിന്റെ ശക്തമായ സൂചനയാണിതെന്നും നിയമവിദഗ്ധർ പറഞ്ഞു. ബ്രിട്ടനിലെ ഒരു കെയർ ജോലി ഉറപ്പിക്കാൻ താൻ ഇന്ത്യയിലെ ഒരു ഏജന്റിന് 22,000 പൗണ്ട് നൽകിയതായി റാത്തോഡ് പറഞ്ഞു. 2021 മെയ് മാസത്തിൽ എത്തിയതിനു ശേഷം 23,500 പൗണ്ട് വാർഷിക വരുമാനത്തിൽ ഹെൽത്ത് കെയർ അസിസ്റ്റന്റായി ജോലി ചെയ്യുന്നതിനുള്ള കരാർ അദ്ദേഹത്തിന് ലഭിച്ചു. ഒരു ജോലിയും കിട്ടാതെ വന്നപ്പോൾ റാത്തോഡും മറ്റ് ജീവനക്കാരും ക്ലിനിക്കിലെ പടിഞ്ഞാറൻ ലണ്ടനിലെ ഓഫീസുകൾ പലതവണ സന്ദർശിച്ചു. ഇതിനെ തുടർന്ന് അനുസരണക്കേട് ആരോപിച്ച് അദ്ദേഹത്തിന് ഒരു ഇമെയിൽ ലഭിച്ചു. മാസങ്ങളോളം ജോലിയില്ലാതെ വന്നതോടെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കമ്പനി പ്രതിനിധിയോട് റാത്തോഡ് പറഞ്ഞു. അടുത്ത ദിവസം 2021 നവംബർ 8 അദ്ദേഹത്തെ പുറത്താക്കി. ഇതിനെ തുടർന്നാണ് അദ്ദേഹം നിയമത്തിന്റെ വഴി സ്വീകരിച്ചത്. ഇതുപോലെ കഷ്ടത അനുഭവിച്ച മലയാളി കെയർ അസിസ്റ്റന്റ്മാരും നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് സൂചന. വാർത്തകൾ കാണുന്നതോടൊപ്പം തന്നെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. UK നഴ്സിംഗ് ബിരുദധാരികൾക്കുള്ള കൈരളി UK സൗജന്യ ഇംഗ്ലീഷ് ഭാഷാ പരിശീലനം സെപ്റ്റംബർ 16 മുതൽ. UK-യിൽ കെയർ അസിസ്റ്റന്റായി വർക്ക് ചെയ്യുന്ന നഴ്സിംഗ് ബിരുദധാരികൾക്ക് NMC രജിസ്ട്രേഷൻ ലഭിക്കാൻ ആവശ്യമായ OET പരീക്ഷ പാസ്സാകുന്നതിനുള്ള സൗജന്യ ഇംഗ്ലീഷ് ഭാഷാ പരിശീലനം കൈരളി UK സെപ്റ്റംബർ 16 ആരംഭിക്കുന്നു. രജിസ്റ്റർ ചെയ്ത 150 പേർക്കാണ് പുതിയ സെഷനിൽ പരിശീലനം ലഭിക്കുന്നത്. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം സെപ്റ്റംബർ 8 UK-യിൽ MP-യും ഹോം ഓഫീസിന്റെ ചുമതലയുമുള്ള അണ്ടർ സെക്രട്ടറി സീമ മൽഹോത്ത നിർവഹിച്ചു. OET പരിശീലനം നടത്തുന്ന അംഗീകൃത സംവിധാനത്തിന്റെ ഉൾപ്പെടെ മുൻപ് പരിശീലനം നടത്തിയിട്ടുള്ള നിരവധി പേർ ഈ പരിശീലന പരിപാടികൾക്ക് നേതൃത്വം നൽകും. ഇപ്പോൾ UK-യിലെ വിവിധ കെയർ ഹോമുകളിലും ആശുപത്രികളിലും പ്രവർത്തിക്കുന്ന കെയർ അസിസ്റ്റന്റ്മാർക്ക് അവരുടെ ജോലിയുടെ കൂടെ പഠനവും സാധ്യമാക്കുന്ന വിധത്തിലായിരിക്കും പരിശീലനങ്ങൾ നടക്കുക എന്ന് പരിപാടിയുടെ കോർഡിനേറ്ററും കൈരളി UK ദേശീയ ജോയിന്റ് സെക്രട്ടറിയുമായ നവീൻ ഹരികുമാർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് കൈരളി UK ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക. UK-യിൽ വാഹനാപകടത്തിൽപ്പെട്ട് മലയാളി യുവാവ് മരിച്ചു. എറണാകുളം ജില്ലയിലെ കാലടി കൈപ്പട്ടൂർ കാച്ചപ്പള്ളി വീട്ടിൽ ജോയൽ ജോർജാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ ജോയൽ ജോർജ് സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ജോയലിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയും നില വഷളായതോടെ വെന്റിലേറ്ററിലാക്കുകയും ചെയ്തിരുന്നു. ഇന്നാണ് മരണം സംഭവിച്ചത്. UK-യിലെ ജോർജ് ഷൈബി ദമ്പതികളുടെ മകനാണ്. അടുത്തിടെ ബ്രിട്ടനെ വിറപ്പിച്ച കുടിയേറ്റ വിരുദ്ധ കലാപത്തിന് കാരണം വംശീയവെറി മാത്രമാകണമെന്നില്ലെന്ന് വിദഗ്ധർ. വംശീയവെറിക്കൊപ്പം ദാരിദ്ര്യം, മദ്യാസക്തി, സമൂഹ മാധ്യമം എന്നിവയൊക്കെ അതിന് കാരണമായിട്ടുണ്ടെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. തികച്ചും അനാവശ്യമായ ഈ ലഹള രാജ്യത്തിനേറെ നഷ്ടങ്ങളുണ്ടാക്കുകയും ചെയ്തു. സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജവാർത്തകൾ പ്രചരിച്ചിരുന്നത് ഈ ലഹളയ്ക്ക് കാരണമായെങ്കിലും അത് കേവലം ഒരു കാരണം മാത്രമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തു മാത്രമാണോ കുടിയേറ്റക്കാരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കാൻ മുതിർന്നത് എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. വലതുപക്ഷ തീവ്രവാദികൾ തങ്ങൾക്ക് കിട്ടിയ അവസരം മുതലാക്കുകയായിരുന്നു എന്നതും സത്യമാണ്. എന്നാൽ എരിഞ്ഞടങ്ങാതെ നിലനിന്നിരുന്ന കോപത്തെ ആളിക്കത്തിച്ചതായിരുന്നു ലഹളയുടെ പ്രധാന കാരണം. എന്തുകൊണ്ടാണ് രാജ്യത്തെ ഒരു വിഭാഗം ജനങ്ങളിൽ മറ്റൊരു വിഭാഗത്തിനെതിരെ കോപമുണ്ടാവുന്നത് എന്ന് ചിന്തിക്കണമെന്നാണ് പ്രൊഫസർ ടിം ന്യൂബോൺ പറയുന്നത്. സാമൂഹിക പരസ്പരാശ്രയത്വം, കുറ്റകൃത്യങ്ങൾ, ആരോഗ്യം എന്നിവയിൽ സാമ്പത്തിക അസമത്വം ചെലുത്തുന്ന സ്വാധീനങ്ങളെക്കുറിച്ച് നിരവധി പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തിക അസമത്വം ഇവയെല്ലാം രൂക്ഷമാക്കുന്നുവെന്നും പഠനത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇത് കേവലം ദരിദ്ര വിഭാഗത്തെ സംബന്ധിക്കുന്നത് മാത്രമല്ല, സാമ്പത്തികമായി അസമത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഇടത്തരക്കാരും അസംതൃപ്തരായിരിക്കും. ഈ മനോഭാവത്തിന്റെ പ്രതിഫലനം തന്നെയായിരുന്നു അടുത്തിടെ നടന്ന ചില അഭിപ്രായ സർവേകളുടെ ഫലത്തിൽ തെളിയുന്നത്. ധനികർക്ക് കൂടുതൽ നികുതി ചുമത്തണമെന്ന ആശയത്തിന് വൻ പിന്തുണയാണ് ലഭിച്ചത്. കഴിഞ്ഞ സർക്കാരിന്റെ ഭരണകാലത്ത് സമൂഹത്തിലെ സാമ്പത്തിക അസമത്വം അസാധാരണമായ രീതിയിലാണ് വർദ്ധിച്ചത്. പാവപ്പെട്ടവരും ഇടത്തരക്കാരുമായവരുടെ വരുമാനത്തിൽ കുത്തനെ ഇടിയുണ്ടായപ്പോൾ ധനികരുടെ സമ്പാദ്യം ഇരട്ടിയോളമായി വർദ്ധിക്കുകയായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ വേണം ബ്രിട്ടനിൽ നടന്ന ലഹള വിലയിരുത്തേണ്ടതെന്നാണ് സാമൂഹ്യശാസ്ത്രജ്ഞർ പറയുന്നത്.
കുടിയേറ്റക്കാരോടുള്ള കോപത്തിന്റെ അടിസ്ഥാനം കേവലം വംശീയഭ്രാന്ത് മാത്രമല്ല എന്നാണ് അവർ പറയുന്നത്. തദ്ദേശീയരുടെ ഇടയിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കുമ്പോൾ കുടിയേറ്റക്കാർ താരതമ്യേന മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്നത് അറിയാതെ തന്നെ പലരിലും അലോസരമുണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ നീറി നിൽക്കുന്ന കനൽത്തരിക്ക് പ്രധാന കാരണം സാമ്പത്തിക അസമത്വം തന്നെയാണെന്നാണ് അവർ പറയുന്നത്. UK-യിലും USA-യിലും നടന്ന പഠനങ്ങളിൽ തദ്ദേശീയരേക്കാൾ ഇന്ത്യക്കാരാണ് മെച്ചപ്പെട്ട ജോലിയും ജീവിതവും നയിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖ കൊണ്ടുവരണമെന്ന നിബന്ധന ചില ആളുകളെ ബാലറ്റ് രേഖപ്പെടുത്തുന്നതിന് നിരുത്സാഹപ്പെടുത്തിയെന്ന് ഇലക്ഷൻ വാച്ച് ഡോഗ് പറയുന്നു. ദരിദ്ര പശ്ചാത്തലത്തിലുള്ള 16,000-ഓളം പേർക്ക് ശരിയായ രേഖകളില്ലാത്തത് കാരണം വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. ബോറിസ് ജോൺസന്റെ കൺസർവേറ്റീവ് സർക്കാർ നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ചതിനു ശേഷം 2021-ലായിരുന്നു ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്. ലേബർ പാർട്ടി അന്ന് അതിനെ എതിർത്തിരുന്നെങ്കിലും ഇപ്പോൾ അതിനനുകൂലമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏപ്രിലിൽ സംസ്ഥാന പെൻഷൻ 4% വർദ്ധിക്കും. ഇതുമൂലം സ്വീകർത്താക്കൾക്ക് പ്രതിവർഷം £460 അധികമായി ലഭിക്കും. പൊതുമേഖലയിലെ ശമ്പള വർധനവ് കാരണമാണ് പെൻഷൻ ഇത്രയധികം ഉയരാൻ പോകുന്നതെന്നാണ് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. പ്രതിവാര പെൻഷൻ പേയ്മെന്റ് ആഴ്ചയിൽ നിലവിലുള്ള £221 നിന്ന് ആഴ്ചയിൽ £230 ഉയരാൻ പോകുകയാണ്. ഏപ്രിൽ മുതൽ പേയ്മെന്റ് ഉയരുമ്പോൾ പെൻഷൻകാർക്ക് ആഴ്ചയിൽ £8.85 അധികമായി ലഭിക്കും. ഇത് പ്രതിവർഷം £460 ടോപ്പപ്പിന് തുല്യമാണ്. കഴിഞ്ഞ വർഷം പെൻഷൻകാർക്ക് 8.5% വർധനവുണ്ടായി. ഭൂരിഭാഗം പെൻഷൻകാർക്കുമുള്ള ശീതകാല ഇന്ധന അലവൻസ് റദ്ദാക്കിയതിനെ തുടർന്ന് സർക്കാർ സമ്മർദ്ദത്തിലായതോടെയാണ് ഈ വർഷത്തെ പെൻഷൻ വർധനവ്. ശീതകാല ഇന്ധന പേയ്മെന്റ് വെട്ടിക്കുറയ്ക്കുകയല്ലാതെ UK സർക്കാരിന് മറ്റൊരു മാർഗമില്ലെന്ന് ബിസിനസ് സെക്രട്ടറി ജോനാഥൻ റെയ്നോൾ പറഞ്ഞു. ഈ വിഷയത്തിൽ ഇന്ന് കോമൺസിൽ നടക്കുന്ന വോട്ടെടുപ്പിൽ പദ്ധതിയെ പിന്തുണയ്ക്കാൻ ലേബർ MPമാരോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. UK-യിലെ ജയിലുകളിലെ തിരക്ക് നിയന്ത്രിക്കാനുള്ള ലേബർ സർക്കാർ പദ്ധതിയുടെ ഭാഗമായി 1,700-ലധികം തടവുകാരെ ഇന്ന് വിട്ടയക്കും. 5 വർഷത്തിൽ താഴെ ശിക്ഷ അനുഭവിക്കുന്ന 40% ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയവരെയാണ് വിട്ടയക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ജയിലുകൾ ഇത്രയധികം നിറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഗവൺമെന്റ് തിങ്ക് ടാങ്ക് പറയുന്നത് 2023-ൽ കൂടുതൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ക്രൗൺ കോടതികളിൽ നൽകിയ ശരാശരി ജയിൽ ശിക്ഷ 2012-നെ അപേക്ഷിച്ച് 25% കൂടുതലാണ് എന്നാണ്. ഉദാഹരണത്തിന് കവർച്ചയ്ക്കുള്ള ശിക്ഷകൾ 2012-നെ അപേക്ഷിച്ച് 2023-ൽ ശരാശരി 13 മാസം കൂടുതലായിരുന്നു. മറ്റൊരു കാരണമെന്ന് പറയുന്നത് വിചാരണ ആരംഭിക്കുന്നതിനോ ശിക്ഷിക്കപ്പെടാൻ കാത്തിരിക്കുന്നവരോ ആയ റിമാൻഡിലുള്ള തടവുകാരുടെ വർധനവാണ്. ഏകദേശം 5,500 തടവുകാരെയാണ് ഈ വരുന്ന ഒരു മാസ കാലയളവിൽ വിട്ടയക്കാൻ പോകുന്നത്. 50% എന്നതിലുപരി നിശ്ചിത കാലാവധിയുടെ 40% മാത്രം അനുഭവിച്ച യോഗ്യരായ തടവുകാർ സ്വയമേവ മോചിക്കപ്പെടും. ഗുരുതരമായ അക്രമ കുറ്റകൃത്യങ്ങളിൽ 4 വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ അനുഭവിക്കുന്നവരും ലൈംഗിക കുറ്റവാളികളും ഇതിൽ ഉൾപ്പെടുന്നില്ല. ഗാർഹിക പീഡനത്തിന് ശിക്ഷിക്കപ്പെട്ടവരെയും പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ഗവൺമെന്റ് പറഞ്ഞു. ജീവപര്യന്തം തടവനുഭവിക്കുന്ന കൂടുതൽ ഗുരുതരമായ കുറ്റവാളികൾ അവർക്ക് ഇപ്പോഴും അപകട സാധ്യതയുണ്ടോ എന്ന് പരോൾ ബോർഡ് വിലയിരുത്തിയതിനു ശേഷം മാത്രമേ വിട്ടയക്കൂ. മോചിക്കപ്പെടുന്ന ആരെയും പ്രൊബേഷൻ സർവീസ് നിരീക്ഷിക്കും. ഇലക്ട്രോണിക് ടാഗിങ്ങും കർഫ്യൂവും ഇതിൽ ഉൾപ്പെട്ടേക്കാം. സ്കോട്ട്ലൻഡിൽ മദ്യപാനം മൂലം മരണമടഞ്ഞ ആളുകളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവ്. നാഷണൽ റെക്കോർഡ്സ് ഓഫ് സ്കോട്ട്ലൻഡിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ കാണിക്കുന്നത് 2023-ൽ മദ്യപാനം മൂലം 1,277 പേർ മരിച്ചു എന്നാണ്. മദ്യപാനങ്ങൾ മൂലമുള്ള മരണങ്ങൾ കുറയ്ക്കാൻ മദ്യത്തിന്റെ മിനിമം യൂണിറ്റ് വില വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം സ്കോട്ടിഷ് സർക്കാർ ആൽക്കഹോൾ ട്രീറ്റ്മെന്റ് സേവനങ്ങളിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നും കുട്ടികളും യുവാക്കളും മദ്യവിപണനത്തിലേക്കുള്ള എക്സ്പോഷർ കുറയ്ക്കുന്നതിനുള്ള വഴികൾ ആരായുന്നുണ്ടെന്നും പൊതുജനാരോഗ്യ മന്ത്രി ജെന്നി മിൻഡോ പറഞ്ഞു. 2018 മെയ് മാസത്തിൽ മദ്യത്തിന് മിനിമം യൂണിറ്റ് പ്രൈസിംഗ് ഏർപ്പെടുത്തിയ ലോകത്തിലെ ആദ്യ രാജ്യമായി സ്കോട്ട്ലൻഡ് മാറി. ഈ മാസം അവസാനം മുതൽ സ്കോട്ട്ലൻഡിൽ ഒരു യൂണിറ്റ് മദ്യത്തിന്റെ ഏറ്റവും കുറഞ്ഞ വില 50 പെൻസിൽ നിന്ന് 65 പെൻസിലേക്ക് ഉയരും. ഈ മാറ്റം ഒരു കുപ്പി വോഡ്കയുടെ ഏറ്റവും കുറഞ്ഞ വില £13.13 നിന്ന് £17.6 പെൻസായി ഉയരും. കൂടാതെ ഒരു സ്റ്റാൻഡേർഡ് ക്യാൻ ലാഗറിന് കുറഞ്ഞത് £1 നിന്ന് £1.30 പെൻസിലേക്ക് ഉയരും. കൂടുതൽ UK, യൂറോപ്പ്, USA, ഓസ്ട്രേലിയൻ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.